പിങ്ക് സാരിയും നല്ല ഭംഗിയുള്ള സിൽവർ സാരിയുടെ ആയിട്ടുള്ള കോമ്പിനേഷൻ ടിഷ്യൂ അപ്ലീക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് സിൽക്ക് റേ ഫാബ്രിക്കിൻ്റെ ബ്ലൗസ് കൂടെ പെയർ ചെയ്തിരിക്കുന്നത് സിൽക്ക് ഓർഗൻസയിൽ വന്നിട്ടുള്ള സാരിയാണ് കേട്ടോ. ഡിസൈനർ സാരീസിൻ്റെ ഒരു കളക്ഷൻ, വെരി എലഗൻറ്റ്, നല്ല ഭംഗിയുള്ള, കുറച്ച് യുണീക്കായിട്ടൊക്കെ നമുക്ക് എല്ലാവർക്കും സാരീസ് വെയർ ചെയ്യാൻ ഇഷ്ടമാണ്. അപ്പോൾ ഇത് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നതിൻ്റെ അകത്ത് 3 ലുക്സ് കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാം നല്ല ഭംഗിയാണ്. നമുക്ക് ഓരോന്നായിട്ട് ഓപ്പൺ ചെയ്ത് കാണാം കേട്ടോ. അപ്പോൾ ദിസ് ഇസ് ദി സാരി, ഒരു സിമ്പിൾ ലുക്കുള്ള സാരിയാണ് എൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്നത്. ഈ ഒരു അപ്ലീക്ഡ് ആയിട്ടുള്ള ഫ്ലോറൽ, മൾട്ടി പെറ്റലായിട്ട് വന്ന അപ്ലീക്ക് ഫ്ലോറലിൻ്റെ അകത്ത് സിൽവർ സെറിയാണ് അതിനകത്ത് യൂസ് ചെയ്തേക്കുന്നത് അപ്ലീക്ക് ചെയ്യാനായിട്ട്. പിങ്ക് ടിഷ്യൂ ഫാബ്രിക്കാണ് അപ്ലീക്ക് ചെയ്തേക്കുന്നത്. ആൻഡ് സെൻറ്റർ പോർഷനിൽ സിൽവറിൻ്റെയും പിങ്ക് സെറിയുടെ ആയിട്ടുള്ള ഫ്രഞ്ച് നോട്ട് കോമ്പിനേഷൻസ്. പല്ലുവിൽ നമുക്ക് എഡ്ജിലായിട്ട് റിപ്പീറ്റ്സ് വരുന്നുണ്ട്. ആൻഡ് ഇതിനകത്ത് നമുക്ക് ത്രൂ ഔട്ട് ദി ലോവർ ബോർഡറാണ് പിന്നെ റിപ്പീറ്റ് വന്നിരിക്കുന്നത്. നല്ലൊരു സിമ്പിൾ എലഗൻ്റ് ആയിട്ടുള്ള സാരി. അപ്പോൾ 12,999 റേഞ്ചിലാണ് വന്നിരിക്കുന്നത്. കൂടെ പെയർ ചെയ്തിരിക്കുന്നത് സിൽക്ക് ക്രേപ്പ് ബ്ലൗസാണ്. ആൻഡ് അതും എംബ്രോയിഡേർഡ്. അപ്പോൾ ഇത് നമുക്കൊരു ബാക്ക് മോട്ടിഫ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ വരുന്നുണ്ട്. ആൻഡ് ദെൻ സ്ലീവ്സ് നല്ല ഹെവി ആയിട്ടുള്ള സ്ലീവ്സ് ആണ് കൊടുത്തേക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നോക്കി കഴിഞ്ഞാൽ യുൽ സി ഹൗ മച്ച് ടൈം ഇറ്റ് ടേക്സ്. ആൻഡ് ഇത് നമുക്ക് ഈ ഒരു സെറി ഉണ്ടല്ലോ നോട്ട് ചെയ്തെടുക്കാൻ നമുക്ക് ത്രെഡിനെക്കാട്ടിലും ബുദ്ധിമുട്ടാണ്. അപ്പോൾ ബുദ്ധിമുട്ടെന്ന് പറയുമ്പോഴത്തേക്ക് ആ ടൈം കൺസ്യൂമിങ് ആയിട്ട് തന്നെ വരും കേട്ടോ. അതിൻ്റെ ഒരു നീറ്റ് ഫിനിഷിങ്ങിൽ നമ്മൾ സെറി നോട്ട് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ ത്രെഡിൻ്റെ അത്ര ഫ്ലെക്സിബിൾ അല്ലല്ലോ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ടൈം അവിടെ ഒരു വേരിയേഷൻ വരും. ആൻഡ് നല്ല രസമായിട്ട് ആ ഒരു പ്ലീക്കിൻ്റെയും ഫ്രഞ്ച് നോട്ടൊക്കെ വളരെ ഇൻട്രിക്കേറ്റ് ആയിട്ട് ചെയ്തെടുത്തേക്കാണ്. ഇറ്റ്സ് വെരി പ്രിറ്റി. അപ്പോൾ ദിസ് ഇസ് ദി ഫസ്റ്റ് ലുക്ക്. ആൻഡ് അത് 2 സ്ലീവിലായിട്ടും പിന്നെ ബാക്ക് മോട്ടിഫായിട്ടുള്ള ഒരു ലുക്കിലാണ് വന്നിരിക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് ലുക്ക് വരുന്നത് അതിനകത്ത് നമുക്ക് സിൽക്ക് ത്രെഡ് ടാസിൽസും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഒരു ടിഷ്യൂ ഫാബ്രിക്കിൻ്റെ ഷെയ്ഡിന് കോമ്പിനേഷൻ ആയിട്ടുള്ള രീതിയിൽ ടാസിൽസും കൂടി അറ്റാച്ച്ഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് ഒരു ക്രേപ്പ് മെറ്റീരിയലിൽ തന്നെ, ആൻഡ് ഇതിൻ്റെ കൂടെ പ്രിൻ്റഡ് ആയിട്ടുള്ള ടിഷ്യൂ മെറ്റീരിയലാണ് ബ്ലൗസ് പീസായിട്ട് പെയർ ചെയ്തിരിക്കുന്നത്. ആ ബ്ലൗസ് പീസിൽ വന്നിരിക്കുന്ന അതേ കോമ്പിനേഷൻ്റെ അപ്ലീക്ക് വർക്ക് സാരിയിലും ചെയ്തിട്ടുണ്ട്. സോ സ്ലീവ്സ് ഫുള്ളായിട്ട് ഹൈലൈറ്റ് ചെയ്തേക്കാണ് കേട്ടോ. ഇവിടെ സ്ലീവ്സ് 2 സ്ലീവും നമുക്ക് ഹൈലൈറ്റഡ് ആയിട്ടാണ് വരുന്നത്. ആൻഡ് ഇതിനകത്ത് ഒരു ബാക്ക് പാനലായിട്ട് പെയർ ചെയ്യാവുന്നിടത്തും നമുക്ക് ഈ ഒരു ഹൈലൈറ്റ്, ഇതെല്ലാം സെറി ഹൈലൈറ്റഡ് ആണ്. ക്ലോസറായിട്ട് നോക്കുമ്പോഴത്തേക്ക് അറിയാൻ പറ്റും. നമ്മൾ ഇതിനകത്ത് പിക്ചർ ആഡ് ചെയ്തേക്കാം കേട്ടോ. ആ ഒരു പ്രിൻറ്റിനെ ഹൈലൈറ്റ് ചെയ്താണ് വന്നിരിക്കുന്നത്. ആൻഡ് ഇതിൻ്റെ സാരിയുടെ ലുക്ക് വരുന്നത് ഇതാണ്. ഇത് കോഡ് വരുന്നത് DSA 118 ആണ്. ആൻഡ് ബോഡി സിമ്പിളായിട്ടും പ്ലെയിൻ ആയിട്ടുമാണ് വന്നിരിക്കുന്നത്. ആൻഡ് ഫുൾ സാരിയിൽ സിമ്പിൾ പ്ലെയിൻ ലുക്ക്. ആൻഡ് പല്ലുവിലാണ് ഇതിൻ്റെ അപ്ലീക്ക് വർക്ക് ചെയ്തേക്കുന്നത്. ഹാൻഡ് ഫിനിഷ് ചെയ്തേക്കുന്ന അപ്ലീക്കാണ് കേട്ടോ. ഇതാണ് എൻ്റെ ഇൻസൈഡ് പോർഷൻ. വളരെ നീറ്റായിട്ടാണ് ഫിനിഷ് ചെയ്തേക്കുന്നത്. ദിസ് ഇസ് ഒരു സെറിയുടെ ഡീറ്റെയിലിങ്ങും കൂടെ എൻ്റെ ഇൻസൈഡ് പോർഷനിലായിട്ട്, ഇത് ഹാൻഡ് അല്ല മെഷീനാണ് കേട്ടോ, സോറി മാറിപ്പോയതാണ് പറഞ്ഞത്. മെഷീനിലാണ് ഫിനിഷ് ചെയ്തേക്കുന്നത്. ആൻഡ് ആ ഒരു ബ്ലൗസിൻ്റെ കൂടെ പെയർ ചെയ്യുമ്പോഴത്തേക്ക് നല്ല ഭംഗിയായിട്ട് നമുക്കൊരു ഈ നൈറ്റ് ഫംഗ്ഷനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല ഈസി ആയിട്ട് പെയർ ചെയ്യാൻ പറ്റും. അതിൻ്റെ എഡ്ജിലായിട്ടൊരു പൈപ്പിംഗ് ഫിനിഷിങ് പോലെ വന്നിരിക്കുന്ന സെറി ബോർഡറും കൂടി അതിനകത്ത് വരുന്നുണ്ട്. നെക്സ്റ്റ് വന്നിരിക്കുന്ന സാരി ഈ ഒരു ടിഷ്യൂ ചെക്ക് സെറി സിൽവർ ഫുൾ ടിഷ്യൂവിൽ വന്നിരിക്കുന്ന സാരിയാണ്. ആൻഡ് ഇതിൻ്റെ അകത്ത് ഒരു ബനാറസി ഫാബ്രിക് യൂസ് ചെയ്തിട്ടുള്ള, അതും കളർഡ് യാൻസ് വെച്ചിട്ടുള്ള വീവിങ് പാറ്റേണിൽ വന്നിട്ടുള്ള ബനാറസി ഫാബ്രിക്കിൻ്റെ ഒരു ഫേസിങ് കൊടുത്ത് ഫിനിഷ് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ എഡ്ജിൽ നമുക്ക് ഈ ഒരു പോർഷനിൽ ഇത്ര മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഇതിൻ്റെ ഈ ഒരു പോർഷൻ നോക്കുമ്പോഴത്തേക്ക് യു ക്യാൻ സീ ഇറ്റ്സ് ലൈക്ക് ഫുള്ളി എന്താ പറയുക, ഈ ഒരു ഫാബ്രിക് നല്ല ഡീറ്റെയിൽ ആയിട്ട് അവിടെ കാണാൻ പറ്റും. നമുക്ക് ആ ഒരു പല്ലുവിൻ്റെ പോർഷനിലൊക്കെയാണ് നല്ല ഭംഗിയായിട്ട് തന്നെ കൂടുതലായിട്ട് കാണാൻ പറ്റുക. ആൻഡ് അതിൻ്റെ ഒരു ഫുൾ ലുക്ക് വരുന്നത് വെരി പ്രിറ്റി സാരി. ഇതാണ് ഇത് DSA 121 എന്ന കോഡിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. അപ്പോൾ 3 പ്രിറ്റി ലുക്കിൽ വന്നിട്ടുള്ള ഡിസൈനർ സാരീസ്. സോ ചെക്ക് ഔട്ട് www.aham.store. ജാംദാനിയുടെ ഡിസൈനിൽ ഒരു പുതിയ ലുക്ക്.
ഓഫ് വൈറ്റ് ഷെയ്ഡിൽ കോട്ടൺ ബ്ലെൻഡഡ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു സാരി ബഡ്ജറ്റ് റേഞ്ചിലാണ് വന്നിരിക്കുന്നത് 1399. ആൻഡ് ഇന്ന് നമ്മൾ കാണുന്നതിനകത്ത് ഒരു ഡിഫറൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു ലോ പോർഷനിൽ വന്നിരിക്കുന്ന ഡിസൈൻ തന്നെയാണ് കേട്ടോ. നല്ല രസമുള്ള ഒരു ജോമെട്രിക് പാറ്റേൺ, മൾട്ടി കളേർഡ് ആയിട്ട് വന്നിരിക്കുന്നത് ത്രെഡ് വീവിങ് സ്റ്റൈൽ, ജാംദാനി ഇൻസ്പയർഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ആൻഡ് ഇതിൻ്റെ ബോർഡറിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സെറിയുടെ ജാംദാനി ഡിസൈൻ, ജാംദാനി ഇൻസ്പയർഡ് ആയിട്ട് തന്നെ വന്നിരിക്കുന്ന ഡിസൈനാണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. പവർലൂമിൽ ചെയ്തിരിക്കുന്ന സാരി ആൻഡ് ഓൺലി അറ്റ് 1399. നല്ല ഭംഗിയുള്ളൊരു കോമ്പിനേഷനാണ്. ഡെഫിനറ്റ്ലി ആ ഒരു ഓഫ് വൈറ്റും ഈ ഒരു റെഡ് ഷെയ്ഡ് നമുക്ക് ആ ഒരു ഇത് മെയിനായിട്ട് നമുക്ക് ഈ ഒരു ലുക്ക് ബംഗാളി സാരീസിനകത്താണ് കാണാറുള്ളത്. ഭയങ്കര രസമാണ് അത് കാണുമ്പോഴും. നമ്മളത് ദേവദാസ് പോലെയുള്ള മൂവീസൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പോപ്പുലറൈസ് ചെയ്തിട്ടുള്ള ഒരു നമ്മൾ പിന്നെ അടുത്തല്ല കുറച്ച് നാൾ മുന്നേ ഇറങ്ങിയതിനകത്തൊക്കെ നമ്മൾ കഹാനി അങ്ങനെയുള്ള ഒരുപാട് മൂവീസിൻ്റെ അകത്ത് നമ്മൾ ശരിക്കും ആ ഒരു റെഡ് ആൻഡ് വൈറ്റ് ഇത് കാണാറുണ്ട്. ആൻഡ് ദിസ് ഇസ് ഡെഫിനറ്റ്ലി വൺ ഓഫ് എന്താ പറയുക, നമുക്ക് കസവ് എന്ന് പറയുന്ന പോലെ നമ്മുടെ കസവ് സാരീസ് പോലെ തന്നെ ആ ഒരു റീജിയന് വളരെയധികം പ്രിയപ്പെട്ട ഒരു കോമ്പിനേഷനാണ്. സോ ഇതിപ്പോൾ ജാംദാനി ഇൻസ്പയർഡ് ആയിട്ട് പവർലൂമിൽ ഒരു ബ്ലെൻഡഡ് കോട്ടൻ്റെ അകത്ത് ഒരു ലിനൻ്റെ ഒരു ഫിനിഷ് കൊടുത്തിട്ടാണ് അതിൻ്റെ ഒരു വീവിങ് സ്റ്റൈൽ വന്നിരിക്കുന്നത്. യു കെൻ സീ ദി സ്ലബ്സ് ആൻഡ് ലോവർ ഹാഫിലോട്ട് ഡബിൾ ബോർഡർ ആൻഡ് ഇൻ ബിറ്റ്വീൻ നമുക്ക് നല്ലൊരു ഏകദേശം ഒരു 1/3 ഓഫ് ദി സാരി നമുക്കിതിനകത്ത് ഈ ഒരു ഡിസൈൻ ചെയ്ത് വന്നിരിക്കുന്നതാണ്. ആൻഡ് ഇഫ് യു ലുക്ക് അറ്റ് ഇറ്റ് യു ക്യാൻ സീ റെഡ്, നേവി ആൻഡ് ഒരു ടേമറിക് യെല്ലോ കോമ്പിനേഷനാണ് അതിനകത്ത് വന്നിരിക്കുന്നത്. ആൻഡ് ഈ ഒരു മോട്ടീവ് ബോഡിയിലോട്ട് ഫുള്ളായിട്ട് വന്നിട്ടുമുണ്ട്. അപ്പോൾ ബോർഡറും ലോ ബോർഡറും ഒരേപോലെ തന്നെയാണ് വന്നിരിക്കുന്നത്. ഷോർട്ട് ബോർഡർ ആയിട്ടുള്ള ഒരു ലുക്കിൽ ഇതിനകത്ത് ബ്ലൗസും വരുന്നുണ്ട്. ബ്ലൗസ് ഈ ഒരു ലുക്കിലാട്ടോ വന്നിരിക്കുന്നത്. സോ ദിസ് ഇസ് ദി ബ്ലൗസ് പോർഷൻ ഓഫ് ഇറ്റ്. നമുക്ക് ഈ ഒരു സ്കാറ്റേർഡ് ആയിട്ടുള്ള ഡീറ്റെയിലിങ്ങും ഈ ഒരു റെഡ് ഷെയ്ഡിലും ആയിട്ട് കോൺട്രാസ്റ്റ് ബ്ലൗസാണ് അതിനകത്ത് വന്നിരിക്കുന്നത്. RP444 എന്ന കോഡിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. ആൻഡ് ഇൻസൈഡ് പോർഷനിൽ കുറച്ച് ലൂസിയാൻസ് ഒക്കെ വരുന്നുണ്ട്, വളരെ കുറച്ചാണ്. പക്ഷെ ത്രെഡ് ആയതുകൊണ്ട് ഇഫ് യു പ്രിഫർ ടു ബി ലൈക്ക് അറ്റ് യുവർ ഓൺ കംഫർട്ട് നമുക്ക് 1 ലെയറിൽ ഇടാനാണ് പ്ലാൻ എന്നുണ്ടെങ്കിൽ നെറ്റിൻ്റെ ഒരു ബാക്കിങ് കൊടുക്കാം. ഇല്ല അടുക്കി കുത്താനാണെന്നുണ്ടെങ്കിൽ വേറെ പ്രശ്നമൊന്നും നമുക്ക് വരാൻ പോകുന്നില്ല. അതുകൊണ്ട് ഡോണ്ട് ഹാവ് ടു വറി അബൌട്ട് ദാറ്റ്. സോ RP444 എന്ന കോഡിൽ അപ്പോൾ ഈ ഒരു കോമ്പിനേഷൻ. അപ്പോൾ ഇൻ കേസ് യു ലൈക്ക് ടു സീ മോർ കോമ്പിനേഷൻസ് ഓഫ് ദിസ് സാരി, പ്ലീസ് ഡു ലെറ്റ് us know ത്രൂ കമൻസ് ഓർ വയ മെസ്സേജസ്. നമുക്ക് കസ്റ്റമർ കെയറുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ടുമൊക്കെ നമുക്ക് റിവ്യൂസ് ഞങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ചിലപ്പോഴൊക്കെ നമുക്ക് ഇതിൻ്റെ വേറെ അവൈലബിൾ ആണോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന കസ്റ്റമേഴ്സിന് കിട്ടുന്ന റിപ്ലൈ ഇല്ല എന്നായിരിക്കും. പക്ഷേ ഇഫ് യു വാണ്ട് സംതിങ് ലൈക്ക് ദിസ് ആൻഡ് പ്രിഫർ ടു ഹാവ് സം കോമ്പിനേഷൻസ് ലൈക്ക് ദാറ്റ്, അപ്പോൾ അത് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു രീതിയിൽ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ വി ക്യാൻ ട്രൈ ഗെറ്റിംഗ് ഇറ്റ് ഫോർ യു. RP444 1399 റേഞ്ചിന് വന്നിരിക്കുന്ന കോട്ടൺ ബ്ലെൻഡഡ് സാരി. സെമി സിൽക്ക് ബനാറസി സാരീസ് ഇന്ന് സോളിഡ് ഷെയ്ഡ്സിലും നല്ല ഒരു ഇൻട്രസ്റ്റിംഗ് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ബോർഡർ പാറ്റേൺ ആണ്. ബനാറസി ലുക്കിൽ ഒരു ആൻറ്റി ഗോൾഡൻ ഷെയ്ഡിൽ വന്നിട്ടുള്ള യാൻസ് ആണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. സെറി വീവിങ് ബോർഡർ ആൻഡ് ബാക്കി സോളിഡ് വിത്ത് ബ്രൊക്കേഡ് ബ്ലൗസുമായിട്ട് വന്നിരിക്കുന്ന നല്ല ഭംഗിയുള്ളൊരു കളക്ഷൻ. നമുക്കിനി ഓരോന്നായിട്ട് ഓപ്പൺ ചെയ്ത് കാണാം. അപ്പോൾ ഇത് തന്നെ എൻ്റെ പല്ലുവിൻ്റെ ഡിസൈൻ വന്നിരിക്കുന്നത് സെയിം ലുക്ക് തന്നെയാണ് ഇതിൻ്റെ ബ്ലൗസിനും നമ്മൾ അവൈലബിൾ കൊടുത്തിരിക്കുന്നത്. സെയിം ഇൻട്രിക്കേറ്റ് ബനാറസി ലുക്ക്. നമുക്കിത് ഒരുപാട് കോമ്പിനേഷൻസിൻ്റെ കൂടെയൊക്കെ ഈസി ആയിട്ട് കോൺട്രാസ്റ്റ് ലുക്കിലൊക്കെ നമുക്ക് പെയർ ചെയ്യാൻ പറ്റുന്ന കളക്ഷനാണ് കേട്ടോ. അപ്പോൾ ഞാൻ വെയർ ചെയ്തിരിക്കുന്നത് ഒരു റോസ് ഷെയ്ഡാണ്. ഒരു അണിയൻ പിങ്കിൻ്റെയും ലാവൻഡറിൻ്റെയും ഇൻ ബിറ്റ്വീൻ ആയിട്ട് ഭയങ്കര ലൈറ്റായിട്ട് വന്നിരിക്കുന്ന ഒരു ബേബി അങ്ങനത്തെ ഒരു ഷെയ്ഡാണ് കേട്ടോ. ആൻഡ് ദെൻ വി ഹാവ് ദിസ് ഡാർക്ക് പീകോക്ക് ബ്ലൂ ഷെയ്ഡ് നെക്സ്റ്റ് വൺ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കുമ്പോഴത്തേക്ക് ഇതാണ് വരുന്നത്. അപ്പർ ബോർഡർ ആൻഡ് ലോവർ ബോർഡറും ഒരുപോലെ തന്നെയുള്ള ഒരു വിഡ്ത്ത് തന്നെയാണ് കേട്ടോ വന്നിരിക്കുന്നത്. ആ ഒരു AV ലൈൻസ് ആൻഡ് വി ഹാവ് ദാറ്റ് ഫ്ലോറൽ ഡിസൈൻസ് ഇൻസൈഡ് ദാറ്റ്. എഡ്ജിനകത്തായിട്ട് ഇന്നർ എഡ്ജിലായിട്ട് നമുക്ക് ട്രഡീഷണലായിട്ട് വരുന്ന ഒരു ഗോബി പാറ്റേൺ ബനാറസിയിലെ എപ്പോഴും വരുന്ന ഒരു ഡിസൈൻ തന്നെയാണ്. പല്ലു ഷോർട്ട് ബനാറസി പല്ലു ആൻഡ് ബ്ലൗസ് പീസ്. ഫുള്ള് നമുക്ക് ഒരു എന്താ പറയുക, നമുക്ക് അത് ഒരു ലൈറ്റ് ഫിനിഷിംഗ് ആണ്. ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള സാരിയാണ് സെമി സിൽക്കിൽ വന്നിരിക്കുന്നത്. അതിൻ്റെ ഫുൾ ലുക്ക് വെയർ ചെയ്യുമ്പോൾ ഇതാണ് എൻ്റെ വരുന്നത്. അപ്പം ഞാൻ ഉടുത്തിരിക്കുന്നതാണ് ഈ ഒരു കളക്ഷൻ്റെ അകത്ത് ഏറ്റവും ലൈറ്റായിട്ട് വന്നിരിക്കുന്ന ഒരു ഷെയ്ഡ്. പിന്നെ നമ്മൾ
സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഇത് ബേസിക്കലി നമുക്ക് ഡ്രൈ ക്ലീൻ ചെയ്യുന്നതായിരിക്കും നല്ലതാകത്ത ഫ്യൂ വാഷസ് സാരി സർഫസ് ഫിനിഷൊക്കെ സ്റ്റേ ചെയ്യാനായിട്ട്. ആൻഡ് ഇൻസൈഡ് പോർഷനും ഇത് പവർ ലൂമിൽ ചെയ്തേക്കുന്ന സാരിയാണ് കേട്ടോ. ഇൻസൈഡ് പോർഷനിലും നമുക്ക് ഭയങ്കരമായ ലൂസ് ചെയ്യാൻസ് ഒന്നും വരില്ല, ചെറുതായിട്ടുള്ള ഒരു ഡീറ്റെയിലിൽ അതിനകത്ത് വന്നിട്ടുള്ളൂ. ഇതാണ് എൻ്റെ പീകോക്ക് ബ്ലൂ ഷെയ്ഡ്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു വയലറ്റ് ഷെയ്ഡാണ്. ആൻഡ് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത് 2399 ആണ് എൻ്റെ പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത്. JBE 106 എന്ന കോഡിലാണ് ഇത് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. എൻ്റെ ഫുൾ ലുക്ക്. വെരി റിഫ്രഷിങ് ആയിട്ടുള്ളൊരു വയലറ്റ് ഷെയ്ഡ്. നമുക്ക് ഇങ്ങനെയുള്ള വെഡ്ഡിങ് പോലെയുള്ള കാര്യങ്ങൾക്ക് അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഫങ്ഷൻസിനൊക്കെ ഉപയോഗിക്കാം. ഇല്ല ഇത് എന്തെങ്കിലും സ്റ്റിച്ച് ചെയ്യാനാണെങ്കിലും ഒക്കെ നമുക്കതിനെ ബോർഡറൊക്കെ വേണമെങ്കിൽ ഞാൻ ചിലപ്പോഴൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ബോർഡർ എനിക്ക് കുറച്ചുകൂടെ ബ്രോഡറായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഐ ഹവ് ആക്ച്വലി റീഅറ്റാച്ച് ദിസ് അപ്പർ ബോർഡർ ടു ദി ലോവർ ബോർഡർ. അപ്പോൾ അതിനകത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കണം എന്നുള്ളതേ ഉള്ളൂ. അല്ലെങ്കിൽ അതിന് ഇൻ ബിറ്റ്വീൻ ആയിട്ട് എന്തെങ്കിലും ഒരു ഡീറ്റെയിലിംഗ് കൊടുത്തു കഴിഞ്ഞാൽ എക്സാക്ട്ലി സെയിം ആയില്ലെങ്കിലും പിന്നെ കുഴപ്പമൊന്നും വരത്തില്ല. ബ്ലൗസ് നമുക്ക് ഇതേപോലെ ബ്രൊക്കേഡായിട്ട് എന്തിരിക്കുന്നത് ക്രോപ്പ് ടോപ്പായിട്ട് സ്റ്റിച്ച് ചെയ്യണമെങ്കിലും ഒക്കെ സ്റ്റിച്ച് ചെയ്യാനും പറ്റും. ധാവണി പോലത്തെയുള്ള ലുക്സും ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ആൻഡ് നേവിയാണ് നെക്സ്റ്റ് ലുക്ക് വന്നിരിക്കുന്നത്. ഇതിനകത്ത് നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ ഒരു കോപ്പറി ഫീല് തോന്നുന്നുണ്ട്, പക്ഷെ അത് ആക്ച്വലി ആ ഒരു ആൻറ്റി ഗോൾഡിൻ്റെ ബ്രൗൺ യാൺസും ഗോൾഡൻ യാൺസിനെയും കൊണ്ട് മിക്സ് ആയതുകൊണ്ട് അപ്പം നേവിക്കകത്താണ് നമുക്ക് അങ്ങനെയും കൂടുതലായിട്ടൊരു കോപ്പറിഷ് ഫീല് വരുന്നത് കേട്ടോ. ലൈറ്റ് വെയിറ്റ് സാരിയാണ് കേട്ടോ. ഉടുക്കാൻ കൺവീനിയൻ്റാണ്, ചൂടൊന്നുള്ള ഒരു മെറ്റീരിയൽ ഒന്നുമല്ല, സുഖമാണ് ഉടുക്കാനായിട്ട്. നേവി. And then finally we have this beautiful red shade. ഒരു റെഡാണ്, അതിൻ്റെ ഒരു ഹ്യൂ വേറെ ഒരു ടിൻറ്റോ ഷെയ്ഡോ അല്ല റെഡിൻ്റെ, എക്സാക്ട്ലി റെഡ്. ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. ഇതാണ് എൻ്റെ ഫുൾ ലുക്ക് വരുന്നത്. JBE 106 ബനാറസി സാരീസ് സെമി സിൽക്ക് ഫിനിഷിങ്ങിലാണ് വന്നിരിക്കുന്നത്. ലൈറ്റിലായിട്ട് വീവ് ചെയ്തെടുത്തേക്കുന്ന വെയ്റ്റ്ലെസ് സാരീസാണ് വിത്ത് ബ്രൊക്കേഡ് ബ്ലൗസ്. 2399 ആണ് പ്രൈസ് റേഞ്ച് വരുന്നത്.